ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലോട്ട് സ്വാഗതം. നാളെ വരാനിരിക്കുന്ന നമ്മുടെ സാന്ത്വനം 2 കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാട്ടോ. നമ്മുടെ വീഡിയോസ് നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അങ്ങനെ നമ്മുടെ ധർമ്മന്റെ കാര്യത്തില് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. നമ്മുടെ ബാലനും മക്കളും ഗോമതി ഒക്കെ ചേർന്ന് നമ്മുടെ ധർമ്മനെ വിളിക്കാൻ വേണ്ടി കൃഷ്ണമംഗലത്ത് വന്നായിരുന്നു. പക്ഷേ നല്ല മറുപടി കൊടുത്തിട്ട് തന്നെയാണ് ധർമ്മൻ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് വന്നത്. ബാലന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. പക്ഷെ ബാലൻ പറഞ്ഞ ആ ഒരു വാക്ക്, താൻ കള്ളനായിട്ടല്ല മുദ്ര കുത്തിയതെങ്കിലും ബാലന്റെ ആ ഒരു ചോദ്യം, ഇത്രയും വർഷം 15 വയസ്സ് മുതൽ അച്ഛന്റെ സ്ഥാനം കണ്ട ഒരാളാണ് നമ്മുടെ ധർമ്മൻ ബാലനെ. ആ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാള് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് ധർമ്മനെ സംബന്ധിച്ച് അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ധർമ്മൻ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് വരുന്നതോടുകൂടി എല്ലാവരും പിന്നെ ധർമ്മനെ അങ്ങ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ്. അപ്പൊ നമ്മുടെ ഇന്ദിരാമ പോലും പറയുന്നുണ്ട്, അതായത് എന്റെ മകനെ ഒരു കള്ളനാക്കി മുദ്ര കുത്തിയ ദേവമംഗലക്കാരോട് ഞാൻ പൊറുക്കില്ല എന്ന്. ഇതൊക്കെ കേട്ടിട്ട് പാവം നമ്മുടെ അനുശ്രീക്ക് അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഒരിക്കലും അച്ഛൻ അങ്ങനെ ധർമ്മമാമനെ ആ ഒരു രീതിയിൽ കാണില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞ വാക്ക് ആ ഒരു രീതിയിലായിപ്പോയി. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആ വാച്ച് വാങ്ങിക്കൊണ്ട് വരുന്നത് സുകന്യക്ക് 25,000 രൂപ എന്ന് പറയുന്നുണ്ട്. അതേ എമൗണ്ട് തന്നെ കടയില് ഗോമതി സ്റ്റോഴ്സില് പൈസയും കാണാനില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതൊരു ഒരു ചോദ്യചിഹ്നം തന്നെയാണല്ലോ. നീ എടുത്തോ, നീ അപ്പൊ ഒരു കള്ളൻ എന്ന രീതിയിലുള്ള ഒരു ഇതായി അവിടെ. അങ്ങനെ അവരൊക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ അനന്തനും ധർമ്മനും ആലോചിക്കണേ എന്തൊക്കെയാണ് ഇനിയിപ്പോ നമ്മുടെ ധർമ്മനല്ല, അനന്തനും നമ്മുടെ അച്യുതനും കൂടെ ആലോചിക്കുകയാണ് നമ്മുടെ ധർമ്മന് ഇനിയിപ്പോ എന്താണ് ഒരു പരിപാടി. അപ്പോഴും നമ്മുടെ ഇന്ദിരാമ്മ പറഞ്ഞു, അനന്ത അതുപോലെ അച്യുത, നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ട് അവനൊരു സ്വയം ഒരു തൊഴിൽ പോലെ, അവനൊരു വരുമാനം പോലെ അവൻ എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഉടനെ തന്നെ. അപ്പം അനന്തൻ പറഞ്ഞു, അത് ചെയ്യാം, നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ അച്യുതനാണെങ്കിൽ വീണ് കിട്ടുന്ന ഒരു അവസരമാണ്. കാരണം അനുശ്രീയെ വച്ചുകൊണ്ട് നമ്മുടെ ദേവമംഗലത്തെ കളിക്കാം എന്നുള്ള ഒരു ചിന്താഗതി അച്യുതൻ പതുക്കെ അങ്ങ് മാറ്റിയാണ്. എന്നിട്ട് നമ്മുടെ ധർമ്മനെ മുൻനിർത്തിക്കൊണ്ട് ബാലനെ ഇടിച്ചു താഴ്ത്തുക, അതാണ് നമ്മുടെ അച്യുതന്റെ ലക്ഷ്യം. അപ്പൊ ചില പ്ലാനുകളൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ കൂട്ടിയും കുഴച്ചും ഒക്കെ നമ്മുടെ അച്യുതൻ നോക്കിയാണ്. അപ്പോഴാണ് നമ്മുടെ അച്യുതൻ പറയണത്, അതെ അനന്തേട്ടാ, നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ എന്തെങ്കിലും ഒരു പരിപാടി അങ്ങോട്ട് തുടങ്ങി കൊടുക്കുക. അപ്പൊ നമ്മുടെ അനന്തം പറഞ്ഞു, നമ്മുടെ ബിസിനസ്സിൽ അവനും അങ്ങ് പങ്കു ചേരിട്ടടാ. അവൻ ആ ഫീൽഡൊന്നും അത്ര പരിചയമില്ലല്ലോ. പിന്നെ എന്താ ചെയ്യാ, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഏതെങ്കിലും കമ്പനിയിലോ ഓഫീസിലോ മറ്റും സ്റ്റാഫായിട്ട് എടുത്താലോ. ഉള്ള സ്റ്റാഫിന്റെ കൂടെ എങ്ങനെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഇനിയിപ്പോ ഒരാളെ കൂടെ എടുക്കണം. അല്ല, നീ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അനന്തൻ അച്യുതനോട് ചോദിക്കുകയാണ്. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് അവന് ഒരു കട എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം, അതിന്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും അത് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം അവന് നന്നായിട്ട് അറിയാം. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് അച്യുതനോട് അനന്തൻ ചോദിക്കുകയാണ്. അതായത് വേറൊന്നുമില്ല അനന്തേട്ടാ, അവന് നമുക്ക് ഒരു ഷോപ്പിംഗ് മാള്. അപ്പൊ അത് അനന്തൻ ചോദിക്കും, ഷോപ്പിംഗ് മാളോ? അല്ല, ഒരു സൂപ്പർ മാർക്കറ്റ്, എല്ലാ സൗകര്യങ്ങളോടും കൂടെ, നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് പോലെയൊന്നുമല്ല, എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങളുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, അതങ്ങ് തുടങ്ങി കൊടുത്താലോ എന്ന് ചിന്തിക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അനന്തം പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല. എന്നിട്ട് അച്യുതൻ പറയുന്നുണ്ട്, അതാവുമ്പോ അവന് ആ രംഗത്തുള്ള ആൾക്കാരെയും മറ്റും ഒക്കെ പരിചയം ഉണ്ടല്ലോ, പർച്ചേസ് ചെയ്യാനും അതൊക്കെ, അതിന്റെ A to Z കാര്യങ്ങൾ അവൻ 15 വയസ്സ് മുതൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പൊ അനന്തം പറഞ്ഞു, നീ പറഞ്ഞതിനും കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം, എടാ, നമ്മുടെ കമ്പനിയുടെ ഫ്രണ്ടിൽ കിടക്കണ ആ ഒരു കടയില്ലേ, അയാൾ എങ്ങോട്ടോ വിദേശത്തോ മറ്റോ പോവാണ്, നമുക്ക് ആ കട അങ്ങ് വാങ്ങിയാലോ. അതാവുമ്പോഴത്തേക്ക് അതൊന്ന് മോഡിഫൈ ചെയ്ത് നമ്മുടെ ധർമ്മനെ നടത്തുകയും ചെയ്യാം. നമ്മൾ എന്തിനാ ആ കട മേടിക്കണത് അനന്തേട്ടാ? നമ്മുടെക്ക് സ്വന്തമായിട്ട് സ്ഥലം കിടക്കുമ്പോ സിറ്റിയിൽ തന്നെ, പിന്നെ നമ്മൾ എന്തിനാണ് വേറൊരു സ്ഥലം കട മേടിക്കാൻ നടക്കണത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ അച്യുതനോട് ചോദിക്കും, അല്ല, നീ ഏത് സ്ഥലം ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന
സ്ഥലേ. അപ്പോഴേക്കും അനന്തൻ പറഞ്ഞു, അതെ, ഇത് നീ നമ്മുടെ ബാലനിട്ട് ഒരു പണി കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. എടാ, നീ ഒരു കാര്യം ആലോചിക്കണം. 15-ാം വയസ്സിൽ ഇവിടെ നിന്ന് അവൻ പോയതാണ്. 10-ാം ക്ലാസ് വരെ അവൻ പോയി പഠിച്ച് അത്രയും അവൻ പിന്നെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു അച്ഛന്റെ സ്നേഹവും വാത്സല്യം, അവൻ നിനക്കറിയാലോ, അവൻ ജനിച്ചപ്പോ തന്നെ നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ട് പോയതാ. പിന്നെ അവൻ ഒരു അച്ഛന്റെ സ്നേഹവും ലാളനയും ഒക്കെ കിട്ടുന്നത് ബാലന്റെ കയ്യിൽ നിന്നാണ്. ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം കൊടുത്താണ് അവനെ അവര് വളർത്തിയത്. ഒരു മൂത്ത മകന്റെ സ്ഥാനമാണ്. അപ്പോഴേക്കും അച്യുതൻ പറയും, ആ സ്ഥാനത്തെ കുറിച്ചൊന്നും അനന്തേട്ട എന്നോട് പറയണ്ട. എന്നിട്ടാണല്ലോ എന്റെ അനുജനെ അവര് ഒരു കള്ളനെ പോലെ മുദ്ര കുത്തി ഇങ്ങ് വിട്ടത്. അപ്പൊ അനന്തൻ പറയും, ഒരിക്കലും ബാലൻ അങ്ങനെ ചെയ്യില്ല. അവൻ പറഞ്ഞ രീതി അവൻ മനസ്സിലാക്കിയെടുത്തത് അങ്ങനെ ആവാനേ വഴിയുള്ളൂ. കാരണം അനന്തന് ബാലനോടോ അല്ലെങ്കിൽ ഗോമതിയോടോ ഒരു വൈരാഗ്യമില്ല. പക്ഷെ അച്യുതന് അലോകിനും അങ്ങനെയില്ല, നേർ ഓപ്പോസിറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അവരെ ഒരു ജന്മശത്രു പോലെയാണ് അച്ഛനും മോനും നമ്മുടെ ഗോമതിനെയും അതുപോലെ തന്നെ നമ്മുടെ ബാലനെയൊക്കെ കാണുന്നത്. അപ്പൊ കാരണം അനന്തൻ പിന്നെ നോക്കുന്ന വേറൊന്നും മാത്രമല്ല, തന്റെ മകൾ അവിടെയാണ്. തന്റെ മകളുടെ മനസ്സിന് എന്തെങ്കിലും മുറിവേറ്റ് കഴിഞ്ഞാൽ അത് അതുപോലെ ഇവിടെ നമ്മുടെ അനുശ്രീക്കും കിട്ടും. അപ്പൊ അനുശ്രീക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തന്റെ മകളുടെ ജീവിതത്തിനെയും ബാധിക്കും എന്നുള്ള ഒരു പേടിയും ഭയവും ഒക്കെ നമ്മുടെ അനന്തനുണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അങ്ങനെ അവര് ഒടുവില് തീരുമാനം എടുക്കുകയാണ്, ഇങ്ങനെ അവിടെ തന്നെ ഒരു ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തുടങ്ങാം എന്നുള്ളത്. അപ്പം അച്യുതൻ പറയും, എന്നാ ഒരു കാര്യം ചെയ്യുക, അനന്തേട്ടൻ തന്നെ അത് ധർമ്മനോട് വിളിച്ചു പറയുന്നത്. നീ പറയടാന്ന് പറയും. അല്ല, ചേട്ടൻ പറയണതാ നല്ലതെന്ന് പറഞ്ഞിട്ട് അച്യുതൻ ചെന്ന് നമ്മുടെ ധർമ്മനെ വിളിച്ചോണ്ട് വരികയാണ്. ധർമ്മ, നീ ഇങ്ങോട്ട് വന്നേ. അതെ, എല്ലാവരും വന്നേ, സുകന്യയും അമ്മയും എല്ലാരും, അനുശ്രീയും അലോകും ഒക്കെ വരാൻ പറയാം. അങ്ങനെ എല്ലാരും ഒത്തുകൂടി ഇങ്ങനെ നിൽക്കാനായിട്ട്. ആ സമയത്ത് അച്യുതൻ പറയാൻ എന്തേട്ടാ, പറയാൻ വന്ന കാര്യം നീ പറയടാ. അവസാനം നമ്മുടെ അനന്തൻ തന്നെ പറയാണ്, അതായത് നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പരിപാടി പുതുതായിട്ട് ആസൂത്രണം ചെയ്യാണ്. അപ്പൊ എന്താ എന്നിങ്ങനെ സുകന്യ പെട്ടെന്ന് ചോദിക്കണം. അതായത് വേറൊന്നുമില്ല, അവൻ വളർന്ന് അവൻ ആ പഠിച്ച മേഖല തന്നെ, അതായത് ഒരു കട, സാധാ കടയൊന്നുമല്ല, ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ പിന്നെ സുകന്യക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി. ആദ്യം വിചാരിച്ച് ഞങ്ങളുടെ ബിസിനസ്സിൽ അവനെയും കൂടെ പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ്. അതിൽ നിന്ന് നല്ലത് അവൻ എന്തായാലും ഒരു സ്വയം തൊഴിൽ വേണം. മറ്റുള്ളവരുടെ കീഴിൽ പോയി നിന്ന് പണിയണേക്കാട്ടിലും നല്ലത് ഇനിയിപ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം. കാരണം നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുണ്ടായാലും നിങ്ങൾക്ക് ഒക്കെ ചെലവും കാര്യങ്ങളൊക്കെ വരില്ലേ. സുകന്യക്ക് ഒരു സാരി വാങ്ങണം, മറ്റൊരാളടുത്ത് ചെന്ന് ഇരക്കേണ്ട കാര്യമില്ലല്ലോ എന്ന രീതിയിൽ. അപ്പൊ അത് കേട്ടപ്പോ നമ്മുടെ ധർമ്മനും അതില് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ധർമ്മം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അച്യുതൻ പറഞ്ഞു, നീ എന്താടാ ധർമ്മ ഒന്നും മിണ്ടാത്തത്? അല്ല, ചേട്ടന്മാരെ എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിച്ചല്ലോ, ആ ഒരു ഫീൽഡ് എനിക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് അതിന് അവിടെ ആ കടയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ നിന്നും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരെല്ലാരും കൂടെ തീരുമാനിച്ച് ഒരു ഇതിലെത്തേണ്. അപ്പോഴേക്കും നമ്മുടെ സുകന്യ അതിന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്, ദേ ധർമ്മേട്ട, പേര് സുകന്യ സ്റ്റോഴ്സ് എന്ന് ഇട്ടാൽ മതി. അപ്പോഴേക്കും ആനന്ദം പറയും, പേര് എന്തിട്ടാലും കുഴപ്പമില്ല. അല്ല, ഇത് എവിടെയാണ് എന്നുള്ളത് നീ അറിഞ്ഞോ അച്യുതാന്ന് അച്യുതൻ ചോദിക്കണ്ടേ നമ്മുടെ ആരെടുത്ത്, നമ്മുടെ ധർമ്മന്റെ അടുത്ത്. അപ്പൊ ധർമ്മം പറയുന്നു, ഇല്ല, എവിടെ തുടങ്ങാനാ ചേട്ടാ എന്ന് ചോദിക്കുമ്പോ പറയും, നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ ഓപ്പോസിറ്റ് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടെ നിന്ന്. അത് കേട്ടപ്പോ ധർമ്മന്റെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ അത് ഇനിയിപ്പോ അളിയനെ വെല്ലുവിളിക്കും പോലെയുള്ള ഒരു അവസ്ഥയായി പോകുമോ എന്നുള്ളത്. അനുശ്രീ അത് കേട്ടപ്പോഴത്തേക്ക് അനുശ്രീക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. കാരണം തന്റെ അച്ഛന്റെ കട, ആ ഒരു കുടുംബം മുഴുവൻ ഇതിലാണ് പോണത്. അത്രയും വർഷത്തെ പരിചയവും അത്രയും നാളത്തെ ഇതും ഒക്കെ ആയിട്ട് പോണത് ആ ഒരു കട കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ എതിർവശത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ ഗോമതി സ്റ്റോഴ്സിന് സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു അടി തന്നെ ആകും അത്. അപ്പൊ അതെന്തായാലും അച്യുതൻ അവിടെ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ ധർമ്മന് ആദ്യം കേട്ടപ്പോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടെ വേണോ ഇനിയിപ്പോ അളിയന് ഞാനത് മനഃപൂർവ്വം അവിടെ ചെയ്തതാണ് എന്ന ഒരു തോന്നലൊക്കെ വരുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ധർമ്മം പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അലോക് പറയും, കൊച്ചിച്ച് അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. അച്ഛൻ പറയുന്ന പോലെ നല്ല സെന്ററിൽ നല്ല രീതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ട് തുടങ്ങാം.
വേറെ ഒന്നും കൊച്ചച്ഛൻ ചിന്തിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലോകും പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ധർമ്മനും അത് യെസ് മൂള് തന്നെ ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ദേവമംഗലത്ത് അറിയുന്നുണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ സോറി നമ്മുടെ ധർമ്മൻ ഇങ്ങനെ കട തുടങ്ങാൻ പോവാണെന്നുള്ളത്. പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ല ഇത് എവിടെയാണ് എന്താണ് എന്നുള്ളതൊന്നും. പക്ഷെ അത് എങ്ങനെയൊക്കെയോ നമ്മുടെ ദേവമംഗലത്ത് അറിയുന്നുണ്ട് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് പുതിയ സൂപ്പർ മാർക്കറ്റ് വരുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ അനുവിന് ആകെ വിഷമായി പോയി. കാരണം തന്നെ അച്ഛൻ മാനസികമായിട്ട് തകർന്നു പോകും. അത് മാമനാണ് എതിർവശത്ത്. അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് എന്തായാലും എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ അനു റൂമിൽ വന്നിരുന്ന് കരയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലോക് അങ്ങോട്ട് കയറി വരെയാണ്. എന്റെ ഡോർ അടച്ച് കുറ്റിയിടും കേട്ടോ. എന്നിട്ട് പറയാം, അതെ എന്തിനാണ് ഇരുന്ന് പട്ടി മൂങ്ങുന്ന പോലെ നീ ഇരുന്ന് മൂങ്ങുന്നത്? അപ്പം അനു ഒന്നും മിണ്ടില്ല. എനിക്കറിയാടി നീ എന്തിനാണ് ഈ കിടന്ന് കരയണേന്ന്. നിന്റെ അച്ഛൻ ബാലന് ഇനിയിപ്പോ ഒരു അടിയായിപ്പോ. കാരണം എന്റെ കൊച്ചിച്ചനെങ്ങാനും ഇനി ഒരു സൂപ്പർ മാർക്കറ്റ് എങ്ങാനും തുടങ്ങി കഴിഞ്ഞാൽ ഗോമതി സ്റ്റോഴ്സ് ദേ കിടക്കുന്നു ഡിം ഡിം എന്നിങ്ങനെ പറഞ്ഞിട്ടോ. ഇതെല്ലാം കൂടെ കേട്ടപ്പോ അനുവിന് അങ്ങോട്ട് ദേഷ്യം വരണം. അപ്പൊ അനു പറയുന്നുണ്ട്, ദേ എനിക്ക് അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, അലോക് ഒന്ന് എഴുന്നേറ്റ് പോകാവോ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞാൻ എന്തിനടി പോണത്, നീ കണ്ടോടി എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. ഞങ്ങളുടെ ഞങ്ങളുടെ കൊച്ചിച്ചന് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ നല്ല അടിപൊളിയായിട്ട് എത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ തന്നെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങും, നീ കണ്ടോടി എന്ന് പറഞ്ഞ് നമ്മുടെ അനുവിനായിട്ട് ഭ്രാന്ത് പിടിപ്പിക്കാൻ കേട്ടോ. അനു അവസാനം ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, ധർമ്മനെ ഒന്ന് പോയി കാണണം, മാമൻ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. അങ്ങനെ അനു ധർമ്മനുമായിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോ ധർമ്മനുമായിട്ട് സംസാരിക്കുമ്പോ ധർമ്മം പറയും, അനുശ്രീ ഞാൻ ഇത്രയും നാള് മറ്റൊരാളുടെ കീഴിലാണ് കഴിഞ്ഞിരുന്നത്, ഇനി ഒരു അടിമയായി കഴിയാൻ എനിക്ക് താല്പര്യമില്ല. നിന്റെ വീട്ടില് നിന്റെ അച്ഛന് ഒരു ഉടമയ്ക്ക് ഒരു അടിമയോടുള്ള സ്ഥാനം അത്രേ എനിക്ക് ഇത്രയും നാൾ കൊണ്ട് തന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു, മാമ അച്ഛൻ ഒരിക്കലും അച്ഛനോ അമ്മയോ ഞങ്ങൾ ആരും തന്നെ ഇങ്ങനെ കാണില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, മാമൻ ഞങ്ങളുടെ കുടുംബത്തില് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു മൂത്ത മകന്റെ സ്ഥാനമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി ഒരു കള്ളൻ എന്ന മുദ്ര കുത്തിയ ഞാൻ ഇനി വേറൊരു അടിമപ്പണിക്ക് ഞാൻ നിൽക്കില്ല എന്നുള്ളത് തന്നെ പറഞ്ഞു കേട്ടോ. അവസാനം അനുവിന് മനസ്സിലായി മാമന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫീലിങ്സും ആയിപ്പോയി. ആ ഒരു ഇറങ്ങിപ്പോക്കും അച്ഛൻ ആ ചോദിച്ച ചോദ്യങ്ങളും എല്ലാം. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവരെല്ലാവരും ഇരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ സുകന്യ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുകന്യ നേരെ അനുവിന്റെ റൂമിലോട്ട് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് നന്നായി ജീവിക്കുന്ന കാണുമ്പോൾ നിനക്കൊരു അസൂയൊക്കെ ഉണ്ടല്ലേ എന്ന് ഇങ്ങനെ അനുവിനോട് പറയട്ടോ. അനുവിനങ്ങോട്ട് ദേഷ്യം വരെയാണ്. അതെ സുകന്യേട്ടത് വലിയ ഡയലോഗൊന്നും അടിക്കണ്ട, എന്നോട് ചെയ്ത ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ഞാനേ എന്റെ ധർമ്മമാമന്റെ അടുത്ത് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ പിന്നെ ഈ വീട്ടില് നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകില്ല എന്ന് തന്നെ ഭീഷണി സ്വരത്തില് നമ്മുടെ അനു സുകന്യയുടെ അടുത്ത് പറയണം കേട്ടോ. അപ്പോഴേക്ക് സുകന്യയുടെ പത്തിയൊക്കെ അങ്ങ് താരയാണ് കേട്ടോ. അങ്ങനെ ആകെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി പോവാണ് നമ്മുടെ ദേവമംഗലത്ത്. കാരണം പെട്ടെന്ന് തങ്ങളെ തോൽപ്പിക്കാൻ എന്ന രീതിയിലാണ് ആ ധർമ്മൻ അവിടെ കട തുടങ്ങാൻ പോണതും. അതും പണികളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പണികൾ തീർക്കണം എന്ന രീതിയിലാണ് അവരെല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലെ ദേവമംഗലത്താണെങ്കിൽ ബാലൻ വളരെ ഇതായിട്ട് പറയണ ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വേറൊന്നുമല്ല, കണ്ടില്ലേ നിങ്ങൾ എന്നെ പട്ടിയെ പോലെ അവിടെ വിട്ടല്ലോ അവനെ വിളിക്കാൻ, എന്നിട്ട് അവൻ വന്നില്ലേ, ഇപ്പൊ കണ്ടില്ലേ എന്നെ വിളിക്കാൻ വേണ്ടി അവൻ എന്റെ കടയുടെ നേർ ഓപ്പോസിറ്റ് ഒരു കടയിടുന്നു, കണ്ടില്ലേ അവൻ തുടങ്ങിക്കോട്ടെ. അപ്പോഴേക്കും നമ്മുടെ മീനു പറയാം, അച്ഛൻ എന്തിനാ അതിന് ടെൻഷൻ ആവുന്നത്, ഈ സിറ്റിയിലും മറ്റൊന്നും ഒരു പലചരക്ക് കടയല്ലല്ലോ ഉള്ളത്, പലരും കടകൾ ഒരേപോലെയുള്ള കടകൾ അപ്പുറം ഇപ്പുറം ഒക്കെ ഇടും, നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അച്ഛന് വിശ്വസ്തരായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, ആ കസ്റ്റമേഴ്സ് എന്തായാലും അച്ഛന്റെ കടയിൽ നിന്ന് സാധനം എടുക്കുള്ളൂ, നമുക്കത് മതി, വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും അച്ഛന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, അച്ഛൻ ഒരാള് കാരണമാണ് ധർമ്മമാമൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, അച്ഛന്റെ എടുത്തുചാട്ട സംസാരങ്ങളും അച്ഛൻ മറ്റുള്ളവരുടെ മനസ്സ് ഒന്ന് കാണാൻ പോലും ശ്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആകാശ് കുറെ കുറ്റപ്പെടുത്തണം. അപ്പോഴേക്കും നമ്മുടെ മീനു ആകാശിനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിച്ചു. കാരണം ബാലൻ ആകെ തളർന്നിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഈ കുത്തുവാക്കുകളും കൂടെ കേൾക്കുമ്പോ ബാലൻ അതൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം അവരെല്ലാവരും ഒക്കെ ഒന്ന് സംസാരിച്ച് എങ്ങനെ ഇരിക്കണം. എന്തായാലും നമ്മുടെ ധർമ്മൻ നമ്മുടെ അനന്തനും അച്യുതനും പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഗോമതി സ്റ്റോഴ്സിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഇടുന്നത്. അപ്പൊ അതിന്റെ സന്തോഷത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു നമ്മുടെ സുകന്യ.
അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലെ, നമ്മുടെ സാന്ത്വനം ടു ഇനി ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.